ഡിസംബർ 1 രാജസ്ഥാൻ അടുത്ത സർക്കാരിനെ തേടി വോട്ടിടും. അശോക് ഗെഹ്ലോട്ട് നയിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ മാറ്റി വസുന്ധര രാജയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വരും എന്നാണ് കണക്കുകൂട്ടൽ. ജനങ്ങളുടെ വളർന്നുവരുന്ന അതൃപ്തി, വിലക്കയറ്റം, ജാതി സമവാക്യങ്ങൾ എന്ന് തുടങ്ങി കണക്കുകൂട്ടലുകളെ തെറ്റിക്കാനും തിരുത്താനും ഒരുപാടുള്ള രാജസ്ഥാൻ രാഷ്ട്രീയം പുതിയ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് കരുതലോടെ ആയിരിക്കും. ഓരോ തിരഞ്ഞെടുപ്പിലും പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുന്ന രാജസ്ഥാനി വോട്ടർമാർ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ തന്നെ ഫലങ്ങൾ നൽകിയിരുന്നു. രാജസ്ഥാൻ നിയമസഭയിൽ മൊത്തം 200 സീറ്റുകൾ. തിരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസും BJPയും ഏകദേശം തുല്യശക്തികൾ. പതിവനുസരിച്ച് ഇപ്രാവശ്യം കോൺഗ്രസിനെ മാറ്റി BJP വേണം അധികാരത്തിൽ വരാൻ. പക്ഷേ കണക്കുകൂട്ടലുകൾ രാജസ്ഥാനിലെ ജനങ്ങൾ ഒരുപക്ഷെ തെറ്റിച്ചേക്കാം. 5 വർഷം പൂർത്തിയാക്കുന്ന ഗെഹ്ലോട്ട് സർക്കാർ പ്രതികൂല സാഹചര്യങ്ങളിലാണ് ജനഹിതം തേടുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 200-ൽ കോൺഗ്രസ് മൊത്തം 96 മണ്ഡലങ്ങളിൽ ജയിച്ച് ഏറ്റവും വലിയ കക്ഷിയായി ഭരണമേറ്റെടുത്തു. രണ്ടാം സ്ഥാനക്കാരായ BJP 78 മണ്ഡലങ്ങളിൽ മുന്നിലെത്തി. CPMും BSPയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് തങ്ങളുടെ സാന്നിധ്യം നിയമസഭയിൽ വരുത്തി. തിരഞ്ഞെടുപ്പിന്റെ രണഭൂമിയിൽ രാജസ്ഥാനിലെ സാമാന്യജനം ഉയർത്തുന്ന അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത 5 വർഷങ്ങൾ, ഇവയെല്ലാം കോൺഗ്രസിനെതിരെ ജനവികാരമായി വരും. വിലക്കയറ്റവും ക്രമസമാധാനവും പാളിയ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന് കച്ചിത്തുരുമ്പായത് സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ മരുന്നും പെൻഷൻ സ്കീമുമാണ്. On the basis of the work which Congress party has done during its tenure, I am 100% sure that Congress will be returned to power again. പതിവ് പോലെ കൃഷിനാശവും വിലയിടവും കശക്കേറിഞ്ഞ കർഷക ജീവിതങ്ങൾ കോൺഗ്രസിന് ഇത്തവണ പേടി സ്വപ്നമാണ്. രാജസ്ഥാനിൽ ജനാഭിപ്രായത്തോടൊപ്പം ജാതി വിഭാഗങ്ങൾ സജീവമായ രാജസ്ഥാനിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഫലങ്ങൾ സ്വാധീനിക്കും. കോൺഗ്രസിന്റെ ഇത്തവണത്തെയും തുറുപ്പുചീട്ട് അശോക് ഗെഹ്ലോട്ട് തന്നെയാണെങ്കിലും പാർട്ടി അണികളിൽ ആവേശം താണുപോയിരിക്കുന്നു. കണക്കുകൂട്ടലുകൾ എടുത്തുകാട്ടി കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷ പുലർത്തുന്നുമുണ്ട് ഇപ്പോഴും. മറുവശത്ത് BJP സ്വാഭാവികമായ ഭരണവിരുദ്ധ ജനവികാരത്തിന്റെ ഒഴുക്കിൽ ഒരു നല്ല വിജയം കൊയ്യാനാകും എന്ന സന്തോഷത്തിലാണ്. രാജസ്ഥാനിൽ പാർട്ടി നേതൃത്വം വസുന്ധര രാജെ സിന്ധ്യയുടെ കൈകളിൽ സുരക്ഷിതമായി ഇത്തവണ അധികാര കസേരയിലെത്തുമെന്ന് ആണ് സൂചന. Voter of the Rajasthan are very much intellectuals, very intelligent. They are looking the government, they assess the performance of the government, then they vote for it. Now the Congress completely failed and they will be thrown away from the power. They will be ousted from the power by the people of the Rajasthan. പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എത്തിനോക്കിയാൽ ഒരു കൗതുകം കാണാൻ കഴിയും. പലപ്പോഴും തിരഞ്ഞെടുപ്പിലെ വിജയികൾ അവരുടെ മേന്മ കൊണ്ടല്ല വിജയപഥത്തിലെത്തുന്നത്, മറിച്ച് അധികാരത്തിലിരിക്കുന്ന സർക്കാരുകളെ പൊറുതുമുട്ടി തൽക്കാലം ഒരു മറുചിന്ത എന്ന രീതിയിൽ പ്രതിപക്ഷത്തെ ജയിപ്പിച്ചുവിടുന്നു. ഇതുപോലെ തന്നെയാണ് രാജസ്ഥാനിലും ഇപ്പോഴത്തെ അവസ്ഥ. ഇതേ BJP 5 വർഷങ്ങൾക്ക് മുമ്പ് ഭരണത്തിൽ നിന്നും പടിയിറങ്ങി വിട്ടതാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജയെ പൊറുതുമുട്ടി അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രി കസേരയിൽ ഏൽപ്പിച്ചുവിട്ടു ജനങ്ങൾ. കാര്യങ്ങൾ മാറുമെന്ന പ്രതീക്ഷയോടെ. പക്ഷേ ഫലം മറിച്ചായിരുന്നു. നാട്ടിൽ വിലക്കയറ്റം താങ്ങാതായി. ഒരു ഭാഗത്ത് സാധാരണക്കാരന്റെ ജീവിത ചെലവുകൾ കുത്തനെ ഉയർന്നു, മറുപക്ഷത്ത് കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾ മതിയായ വില കിട്ടാതായി. അതിനൊപ്പം കാർഷിക മേഖലയിൽ ഉൽപാദന ചെലവ് വളരെ ഉയർന്നു. Well, the price rise is a global phenomenon because after the globalization, the whole world is one village. So we can't remain without any negative or positive impact in any part of the world. So I think this is a global phenomenon, and I think no other political party at the national level could have done better than the Congress party, having the Prime Minister being an economist. Now the entire globe was struck by economic crisis, economic slowdown about 7 to 8 years back, and our government under the leadership of Dr. Manmohan Singh fared so extremely well that this economic downturn reached here much later, and the impact of this will remain for 2 to 3 years. We should be ready for that, and yet we manage the things much better way than most of the countries in the world. ഇതിനൊക്കെ പുറമെയാണ് ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന അഴിമതി കഥകൾ. രാജസ്ഥാൻ ജനത ജാതിയും സാമൂഹിക പശ്ചാത്തലവും തീർത്ത പരിതാപകരമായ സാമൂഹിക ജീവിത യാഥാർത്ഥ്യങ്ങൾ പേറുന്നവരാണ്. അവരുടെ ചിന്തകളും പ്രതീക്ഷകളും മറ്റും ഈ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ്. ജാതിയിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ മറ്റു പരിഗണനകൾ മാറ്റിവെച്ച് വോട്ടർമാർ പിന്തുണയ്ക്കും. അശോക് ഗെഹ്ലോട്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പ്രബല വിഭാഗമായ മാലി സമുദായത്തിൽ നിന്നും വന്നതാണ്. ഈ ജാതി വോട്ട് ബാങ്ക് ഗെഹ്ലോട്ടിനെ തിരഞ്ഞെടുപ്പിലും പിന്നെ പാർട്ടിക്കുള്ളിലും പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നു. അശോക് ഗെഹ്ലോട്ടിന് പരക്കെ ഒരു ക്ലീൻ ഇമേജ് നാട്ടിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജസ്ഥാൻ രാഷ്ട്രീയത്തിലെ AK ആന്റണിയാണ് ഗെഹ്ലോട്ട്. വിവാദങ്ങളിൽ ചെന്നപ്പെടാതെ സൗമ്യമായ സമീപനത്തിലൂടെ ഗെഹ്ലോട്ട് ഒരു സമവായം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നു. क्या कर रहे हो बेटा?
സദാപുര മണ്ഡലത്തിൽ നിന്നും ഇത്തവണയും ജനവിധി തേടുന്ന ഗെഹ്ലോട്ട് തനിക്ക് പാർട്ടിക്കുള്ളിലെ എതിർപ്പുകളെയും സമ്മർദ്ദങ്ങളെയും നന്നായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. തന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ സൗജന്യ മരുന്ന് പെൻഷൻ പദ്ധതിയിൽ ആനുകൂല്യങ്ങൾ നേടിയ ആയിരങ്ങൾ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ താങ്ങായി നിൽക്കുമെന്നാണ് ഗെഹ്ലോട്ടിന്റെ കണക്കുകൂട്ടൽ. ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവർക്ക് പെൻഷൻ ഉറപ്പിച്ച് ഗെഹ്ലോട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കരുനീക്കി. രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങൾ ഉൾപ്പെടെ ഗ്രാമീണ മേഖലകളിൽ ഒരു വ്യത്യാസം ഈ പദ്ധതികൾക്ക് വരുത്താനായി കുറേയൊക്കെ BJPയെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. അധികാരത്തിലേറിയ ശേഷം നല്ല ഉറക്കത്തിലായിരുന്നു ഗെഹ്ലോട്ടെന്ന് വസുന്ധര രാജ കളിയാക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചില ചെപ്പടി വിദ്യകൾ എടുത്തുകാട്ടി ജനങ്ങളെ പറ്റിക്കുന്നുവെന്ന് സർക്കാരിനെ അവർ വിമർശിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ പുറങ്ങളിലും വർണ്ണങ്ങളുടെ ചാരുതയും നന്മയുടെ പുണ്യതയും വാരി വിതറിയ ഒരു ജനതയാണ് രാജസ്ഥാനികൾ. കാലങ്ങൾ പലതായി സംസ്കാരത്തിന്റെ തനിമ ലോകത്തെ മുഴുവൻ തങ്ങളുടെ നാടിന്റെ കാഴ്ചകൾ കാണാൻ ആനയിച്ച രാജസ്ഥാനികൾ പുതുലോകത്തിന്റെ കുതിപ്പിലും പഴമയുടെ നന്മ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്നു. രാജസ്ഥാന്റെ സംസ്കാരവും ഗ്രാമജീവിതവും നിറച്ചാർത്തോടെ കാട്ടിത്തരുന്നത് പുഷ്കർ മേളയിലാണ്. അജ്മീറിൽ നിന്ന് 15 കിലോമീറ്റർ നീങ്ങുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ചൂടൊരിടത്ത് പതിവ് പോലെ പുഷ്കർ മേളയും ഒരുക്കി ലോകസഞ്ചാരികളെ വരവേറ്റു. പുഷ്കർ രാജസ്ഥാനിലെ മനുഷ്യന്റെ മാത്രം മേളയല്ല, കുതിരയും ഒട്ടകവും പശുവും ആടും പിന്നെ വിശ്വാസങ്ങളും എല്ലാം ഒരുമിച്ച്. പുഷ്കർ ഗ്രാമങ്ങളിലേക്ക് വഴി തുറക്കുന്ന ഒരു ചെറിയ പട്ടണമാണ്. അജ്മീർ നഗരത്തിൽ നിന്നും ഇടുങ്ങിയ വഴികളിലൂടെ നയിക്കുന്ന പ്രധാന റോഡുകൾ പതിയെ ഗ്രാമക്കാഴ്ചകളുടെ ചെപ്പ് തുറക്കും. തലപ്പാവ് കെട്ടിയ മനുഷ്യരും തലയെടുപ്പുള്ള മൃഗങ്ങളും വരിവെച്ച് നടക്കുന്നു. ജീവിതം മിക്കവാറും ഒരു ചെറു ഗ്രാമത്തിന്റെ അതിരുകൾക്കുള്ളിൽ പതിവ് തെറ്റാതെ മുന്നോട്ട് നീങ്ങുന്ന ഗ്രാമവാസികൾ. ജനാധിപത്യത്തിൽ ജനങ്ങൾ നേതാക്കളാൽ ആട്ടുംകൂട്ടങ്ങളെ പോലെ നയിക്കപ്പെടും എന്നാണ് പറയാറുള്ളത്. രാജസ്ഥാനിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ആട്ടുകൂട്ടങ്ങളെ പോലെ ജനങ്ങളെ നയിക്കുന്നത് BJP ആകുമോ അതോ കോൺഗ്രസ് ആകുമോ കണ്ടറിയാം. പുഷ്കർ മേളപ്പറമ്പിലേക്ക് അടുക്കുമ്പോൾ മേളക്കൊഴുപ്പിന്റെ സൂചനകൾ നൽകിയ ജനാരവം കൂടി വരുന്നു. ആണും പെണ്ണും കുഞ്ചും കുറുമാലും ഒരുപോലെ കാത്തിരിക്കുന്ന മേളക്കാഴ്ച വിശ്വാസത്തിന്റെ കണക്കിൽ പുഷ്കർ തടാകത്തിൽ കാർത്തിക പൂർണിമ ദിവസം മുങ്ങിക്കുളിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് വിശ്വാസം. ബ്രഹ്മാവ് സ്വർഗത്തിൽ നിന്നും ഒരു താമര ഭൂമിയിലേക്ക് ഇട്ടുവെന്നും പുഷ്കറിൽ വീണ ഈ പുഷ്പം തടാകമായെന്നും ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. കാർത്തിക പൂർണ്ണ ദിവസം പുഷ്കർ തടാകത്തിൽ മുങ്ങിക്കുളിച്ചാൽ മോക്ഷം കിട്ടുമെന്നാണ് പ്രമാണം. മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും നടക്കും. ഇത്തവണ രാഷ്ട്രീയക്കാർ പുഷ്കർ തടാകത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് എന്താവും? ദൈവമേ, ഈ തെരഞ്ഞെടുപ്പ് പരീക്ഷ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചു തരണേ എന്നാവും. പുഷ്കറിലെ വിശ്വാസം കാലങ്ങൾ പിന്നിട്ട് മുന്നേറുമ്പോൾ കാർത്തിക പൂർണിമ ദിവസം ആയിരങ്ങൾ ഇവിടെ ആരാധനയ്ക്കായി വന്നെത്തുന്നു. രാജസ്ഥാൻ താർ മരുഭൂമി മേഖലയിലെ കവാടമായ പുഷ്കർ പതിയെ ഗ്രാമജീവിതത്തിന് മനോഹര കാഴ്ചകൾ നൽകുന്നു. കുടുംബങ്ങൾക്ക് ആഘോഷവും ഒത്തുചേരലും കൂടിയാകുമ്പോൾ പുഷ്കർ രാജസ്ഥാനി ഗ്രാമീണ കാഴ്ചകളുടെ ഒരു വലിയ കൂട്ടമാകുന്നു. മരുഭൂമി പ്രദേശത്തിലെ ഗ്രാമീണർ വളർത്തു മൃഗങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഈ മേളയിലാണ്. വിദൂര പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് മൃഗങ്ങളെ ഉടമസ്ഥർ കൊണ്ടുവരും. അലങ്കരിച്ച ഒട്ടകങ്ങൾ വരിവരിയായി പുതിയ ഉടമസ്ഥരെ കാത്തു നിൽക്കുന്നു. മേനിയഴകവും കാഴ്ചഭംഗിയും ചേർന്ന് ഒരു കച്ചവട മൂല്യം വരുത്തണം. ഗ്രാമങ്ങളിൽ വണ്ടി വലിക്കാനും മരുഭൂമികളിലെ യാത്രയ്ക്കും പിന്നെ കൃഷിപ്പണിക്കുമെന്ന് തുടങ്ങി എന്തിനും ഏതിനും ഒട്ടകങ്ങൾ അത്യാവശ്യം. जैसलमेर से यहाँ से कम 350-400 किलोमीटर है. आते तो गाड़ी में आए थे, अब जाते पैदल जाना पड़ेगा. അണിഞ്ഞൊരുങ്ങുമ്പോൾ ഒരുതരം രാജകീയത ഒട്ടകങ്ങൾക്ക് പെട്ടെന്ന് വന്നു ചേരും. രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച് സ്ഥാനം കൊടുത്താൽ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ആകുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വീണ്ടും ജയിച്ചവർ ജനങ്ങളുടെ മേൽ കൂടുതൽ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ ഈ ഇരിക്കുന്ന ഒട്ടകത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ തിരിച്ചാണ്. എനിക്ക് ഇടം തന്ന ഏതായാലും ഒട്ടകത്തിന് അവസാനം പണിയാകാൻ സാധ്യതയുണ്ട്. അറബിക്കഥകളിൽ വലിയ സ്ഥാനം പിടിച്ച ഒട്ടകങ്ങൾ രാജസ്ഥാനിൽ രാജകീയ പരിവേഷവും പലപ്പോഴും നേടിയെടുത്തിട്ടുണ്ട്. മേളപ്പറമ്പിൽ സന്ദർശകർ ഒരു ഒട്ടക സവാരിക്കായി തിടുക്കം കൂട്ടുകയാണ്. മധുര പലഹാരക്കാർ അവസാനവട്ട കച്ചവടങ്ങൾ പൂർത്തിയാക്കാനുള്ള തിരക്ക്. ഫ്രഷായി എണ്ണയിൽ തിളച്ചുമറിയുന്ന പുതിയ ഇനങ്ങൾ.
ഊതുവടികൾക്കുമുണ്ട് ഒരു രാജസ്ഥാൻ രാജകീയത. മരുഭൂമികളിൽ ഒരുപാട് കാൽപ്പാതുകൾ പതിച്ച ഒട്ടകങ്ങൾ ഗ്രാമീണ ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കുന്നു. രാജസ്ഥാനിലെ ഒട്ടകങ്ങൾ നാം പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ മെയ്വഴക്കവും ആകാരവടവും കാണാൻ കഴിയും. യാത്രക്കാരെ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും നന്നായി നട്ടല് വളച്ച് ഒതുങ്ങി നീണ്ട് ഒരു രാഷ്ട്രീയക്കാരന്റെ മെയ്വഴക്കത്തോടെ നമ്മെ അമ്പരിപ്പിക്കും. ഒരൽപ്പം നൃത്തം ചെയ്യണമെങ്കിൽ അതിനും ഒട്ടകങ്ങൾ റെഡി. വസുന്ധര മധ്യപ്രദേശിലെ ഗ്വാളിയർ രാജവംശത്തിൽപ്പെട്ടതാണ്. രാജസ്ഥാനിലേക്ക് വിവാഹശേഷം വധുവായി എത്തിയ വസുന്ധര ഏറെ നാൾ BJP രാഷ്ട്രീയത്തിൽ പല പദവികളിലുമായിരുന്നു. ലോക്സഭാ അംഗവും കേന്ദ്രമന്ത്രിയുമായിരുന്ന വസുന്ധര സംസ്ഥാന പാർട്ടി ഘടകത്തിൽ വൻപിച്ച എതിർപ്പുകളെ നേരിട്ടാണ് കയ്യിൽ വന്നത്. ആയിരക്കണക്കിന് വർഷം നീണ്ടുനിന്ന വലിയൊരു സംസ്കാരം, ഇതാണ് രാജസ്ഥാന്റെ ഏറ്റവും വലിയ സമ്പത്തും. രജപുത്ര രാജാക്കന്മാരുടെ പടയോട്ടങ്ങളും അധികാരവും ഇത് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ഇന്നും നേതാക്കൾ നിൽക്കുന്നത്. രജപുത്ര രാജവംശത്തിലെ പുതിയ തലമുറയിലെ പലരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നേതൃഗണത്തിൽ ഇത് വന്നുപെട്ടിട്ടുമുണ്ട്. സംസ്ഥാന BJP അധ്യക്ഷയായി പദവി ഏറ്റെടുത്ത ശേഷം വസുന്ധര തന്റെ സ്വാധീനം പതിയെ പിടിച്ചെടുത്തു തുടങ്ങി. മുൻ ഉപരാഷ്ട്രപതിയായിരുന്ന ബൈരോൺ സിംഗ് ഷെഖാവത്ത് ഉൾപ്പെടെ BJPയിലെ വമ്പന്മാർ വസുന്ധരയെ വീഴ്ത്താൻ വ്യാപകമായി ബലകരിച്ചു. വാജ്പേയി മുതൽ അദ്വാനി വരെ പിന്തുണച്ച വസുന്ധര രാജ ഇന്ന് രാജസ്ഥാനിലെ BJP പക്ഷത്തെ ശക്തിയുള്ള നേതൃത്വമാണ്. 2003 മുഖ്യമന്ത്രി കസേരയിലെത്തിയ വസുന്ധര 5 വർഷത്തെ ഭരണത്തിൽ സർക്കാരിനും പാർട്ടിയിലും പുതിയ മാറ്റങ്ങൾക്കായി ശ്രമിച്ചു. മതസൗഹാർദ്ദം നെഞ്ചിനോട് ചേർത്ത് വിശ്വാസം എല്ലാത്തിനും മേലെ വയ്ക്കുന്ന രാജസ്ഥാന്റെ ലോകം മതിക്കുന്ന പുണ്യകേന്ദ്രമാണ് അജ്മീർ ദർഗാ ഷെരീഫ്. സൂഫി സന്യാസികളിൽ ആരാധ്യനായ ഖ്വാജ മൈനുദ്ദീൻ ചിൽസിയുടെ ശവകുടീരം. അശരണന്റെ ആശ്രയമെന്നറിയപ്പെടുന്ന ഈ പുണ്യകേന്ദ്രം ആയിരക്കണക്കിന് സന്ദർശകരെ കൊണ്ട് ദിവസവും സജീവമാണ്. അജ്മീരിലെ ദർഗാ ഷെരീഫ് ലോകത്തെമ്പാടുമുള്ള വിവിധ ജാതി മതസ്ഥർ പ്രാർത്ഥനയ്ക്കായി ഒഴുകിയെത്തുന്ന ഇടം. രാജസ്ഥാന്റെ വിശ്വാസ പ്രമാണങ്ങളിലും സാംസ്കാരിക സമ്പത്തിലും ഏറ്റവും വലിയ മുഖമുദ്ര. നിരവധി കവാടങ്ങളിലൂടെ വിശ്വാസികൾ അകത്തേക്ക് ഒഴുകും. മുഗൾ ചക്രവർത്തിയായ ഷാജഹാനും നിസാമും പണിത് സമർപ്പിച്ച കവാടങ്ങൾ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ഖബറിലേക്ക് ആനയിക്കപ്പെടും. സൂഫി സന്യാസി ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ശവകുടീരം വിശ്വാസത്തിനപ്പുറം ലോകത്തിന് മുഴുവൻ മയക്കിയ സൂഫി സംഗീതത്തിന്റെ പ്രഭവ കേന്ദ്രം. सवारी मजा मेरे मजा तेरे दरबार में ख्वाजा दूर तो है देखा സൂഫി സംഗീതം നിറഞ്ഞൊഴുകുന്ന ദർഗാ പരിസരങ്ങളിൽ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ജനങ്ങൾ തങ്ങളുടെ വ്യതകൾ പങ്കുവയ്ക്കാൻ കടന്നെത്തുന്നു. जरूर सरकार गरीब नवाज के जो छाने वाले यहाँ पे हर जाति का हर कौम का जो भी है अपनी मन की मुरादें जो लेके आता है उससे सरकार गरीब नवाज पूरा करते हैं. बड़ी दूर दूर से लोग आते हैं. कोई यहाँ का नहीं है, मैं तो यहाँ का ही हूँ, लेकिन मैं जयपुर रहता हूँ. 20 साल 25 साल हो गए, फिर भी मैं सरकार की बारगाह में हाजिरी देता हूँ. क्योंकि हम मोमडन है, यहाँ पे सब आते हैं, सबकी मुरादें पूरी होती हैं, दिल की इच्छाएं पूरी होती है, इसलिए आते हैं. मैं कोटा से आया हूँ. मेरे को बहुत विश्वास है ये गरीब नवाज का स्थान है. आज से नहीं, बहुत पुराना परंपरा चलती आ रही है. यहाँ बहुत सुकून मिलता है. പൂക്കൾ നിറച്ച കുട്ടകൾ തലയിലേന്തി ഖ്വാജ മൊയ്നുദ്ദീന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അർപ്പിക്കാൻ വലിയ നിര തന്നെ കാണാം. 750 വർഷം പിന്നിടുന്ന ഈ ചരിത്ര സ്മാരകം ലോക മാനവികതയുടെയും സമാധാനത്തിന്റെയും നിറമുള്ള പ്രതീകമാണ്. ദർഗയുടെ മുഖ്യ കവാടത്തിൽ പൂജാവസ്തുക്കളും കൗതുകോൽപ്പന്നങ്ങളും നിരത്തി വച്ചിരിക്കുന്നു.
ഹിന്ദു മുസ്ലിം ഭേദമന്യേ വിശ്വാസികൾ ഒഴുകുന്ന ഇവിടം മതസൗഹാർദ്ദ സന്ദേശത്തിന്റെ ഈണം മീട്ടിക്കൊണ്ടേയിരിക്കുന്നു. पूजा कैसे होती है? बाबा के दरबार में जो है फूल चादर चढ़ा के और बाबा के अंदर जो है दुआ मांगी जाती है। तो इस तरीके से कितने साल से काम कर रहे हैं? हम ख्वाजा साहब के दरबार में सैयद खुद्दाम लोग हैं हम, और बाबा के दरबार में जब से बाबा है जब से ही हम लोग इस सेवा में लगे हुए हैं। यहाँ हर कौम हर धर्म का लोग आता है। मैं तो कहता हूँ कि पूरा हिंदुस्तान के अलावा पूरा वर्ल्ड आता है। ये हिंदुस्तान की दरगाहों के अलावा ये दरबार ख्वाजा मोइनुद्दीन चिश्ती है, इसको मदीना कहा जाता है। यहाँ जो भी आता है अपने मन की मुरादें पाता है और नहीं भी मांगता है तो ये देते रहते हैं। ദർഗ ലോകത്തിന് മുന്നിൽ തുറന്നു വയ്ക്കുന്നത് രാജസ്ഥാന്റെ പൈതൃക കാഴ്ചകൾ കൂടിയാണ്. കുതിരവണ്ടിയും വൃക്ഷങ്ങളും ഈ പുരാതന നഗരത്തിന്റെ തനിമ ഉയർത്തിക്കാട്ടുന്നു. വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ ദേശക്കാർ, ഉള്ളുരുകി തങ്ങളുടെ ഇഷ്ടസന്യാസിയുടെ മുന്നിൽ പരിഭവങ്ങൾ പറയാൻ പതിവ് തെറ്റാതെ എത്തുന്നവർ. സൂഫി സംഗീതം പോലെ തന്നെ കലയും ജീവിതചര്യയും ഭക്ഷണരുചിയും നമ്മളെ അജ്മീർ ദർഗ നഷ്ടപ്പെടാത്ത ഒരു ഓർമ്മയാക്കും. ദർഗ കണ്ടിറങ്ങുമ്പോൾ നല്ല രുചിയും മണവും നിറവും നൽകി വഴിയരികിലൂടെ ഭക്ഷണപ്പുരകൾ മാടി വിളിച്ചു. വയറും നാവും കൊതിച്ച് രുചിഭേദങ്ങൾ ചോദിച്ചറിയാൻ നമ്മൾ മടിയില്ലാതെ മുന്നിട്ടു. റൊട്ടിയും കോഴിയും കബാബും എല്ലാത്തിനും ഒരു സ്പെഷ്യൽ ടച്ച്. ഒരിക്കൽ കഴിച്ചാൽ രുചികൾ നമ്മെ വീണ്ടും ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് പാചകക്കാരൻ ആണയിട്ട് പറഞ്ഞു. यहाँ के खाने का खास बात यह है कि चिकन खाते हैं, फिर कानात स्पेशल है हमारे पास में, ग्रेवी आइटम है वो भी अच्छा बनाते हैं, और ये सब जैसे इसमें है बेसन डलता है, कॉर्नफ्लावर डलता है, अदरक लहसुन ये सब डालते हैं, अलग अलग पेस्ट डालते हैं सब. നമുക്കായി വലിയ കോഴി കഷ്ണങ്ങൾ ഒരിക്കൽ കൂടി തിളച്ച എണ്ണയിൽ ചാടി മറിഞ്ഞു. കോഴിയൊന്ന് പരുവപ്പെടുന്ന ഇടവേളയിൽ പാചകക്കാരനോട് അല്പം രാഷ്ട്രീയം. सरकार आएगा तो सोचना क्या, सरकार को तो अच्छा से अच्छा बनाना, देश को बनाना, अच्छा से अच्छा करना है, अच्छा से अच्छा ये करना है कि हमारा देश सही रहे, हमारा देश सही चले, राजस्थान भी सही चले, और क्या. അകമ്പടി വസ്തുക്കൾ മറ്റും തയ്യാറാകുമ്പോഴേക്കും കോഴി ഏകദേശം തീറ്റ പരുവത്തിലായതുപോലെ. ഇനി അമാന്തിക്കേണ്ടെന്ന് ഉറപ്പിച്ചു. ചൂട് നമ്മെ പിന്തിരിപ്പിക്കുമ്പോഴും നാവ് നൽകിയ അത്യുത്സാഹത്തിൽ കോഴി രുചി പതിയെ വയറിലേക്ക് നീങ്ങി തുടങ്ങി. നിമിഷ നേരത്തിൽ സ്റ്റീൽ പാത്രങ്ങൾ മറച്ചു വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ അപ്രത്യക്ഷമായി. ജനം ദർഗയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, രുചി നോക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും. ദർഗയിൽ നിന്നും തിരിച്ച് നഗരത്തിലേക്കുള്ള വരവിൽ ഒരുപാട് വഴിയോര കാഴ്ചകൾ. അജ്മീർ നോർത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ ഗോപാൽ ബഹത്തി പ്രചരണ തിരക്ക് തീർത്ത് പ്രവർത്തകരോട് പിറ്റേ ദിവസത്തെ പരിപാടികൾ പറഞ്ഞു തീർക്കാൻ തിരക്കിൽ. ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളിൽ വലിയ പ്രതീക്ഷ. In Rajasthan, after flagship activities in public, there is no incumbency factor. Because Rajasthan government had done so many work for poor, for minority, for social sector, for defense, for food security, for education, for youth, every class, every section of society. BJP ഗഹ്ലോട്ട് സർക്കാരിന്റെ പാളിച്ചകൾ എടുത്തു കാട്ടി വോട്ട് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ BJP ഉയർത്തുന്നത് രാജസ്ഥാനിലെ ജനങ്ങളുടെ നഷ്ടമെന്ന പ്രതീക്ഷകളെക്കുറിച്ചാണ്. വൈദ്യുതിയും വെള്ളവും തൊഴിലും നഷ്ടപ്പെടുത്തിയെന്ന് ഗഹ്ലോട്ട് സർക്കാരിന് BJP കുറ്റപ്പെടുത്തുന്നു. ഇല്ലാത്ത കറണ്ടിന്റെ പേരിൽ ബൾബുകൾ ഇറഞ്ഞെടുക്കുന്ന കുട്ടികൾ, വെള്ളം കിട്ടാതെ സ്വപ്നങ്ങൾ തകർന്ന് കുടങ്ങൾ പൊട്ടിച്ചെറിയുന്ന ഗ്രാമീണ യുവതികൾ, തൊഴിലില്ലാതെ പരവശരാകുന്ന യുവാക്കൾ. ഇങ്ങനെ രാജസ്ഥാന്റെ ജനജീവിതം വികൃതമാക്കുന്ന കോൺഗ്രസ് ഭരണം തൂത്തെറിയണമെന്ന് BJP ആഹ്വാനം ചെയ്യുന്നു. വസുന്ധര ഒരു പുതിയ മുഖമല്ല രാജസ്ഥാനിന്. പ്രതിപക്ഷത്തും മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി കസേരയിലും പരിചയം. പെൺകുട്ടികളെ പിറന്നു വീഴും മുമ്പ് കൊന്നുകളയുന്ന മനസ്സുള്ള രാജസ്ഥാനിൽ വസുന്ധര എന്ന ഒരു പെൺ നേതാവിനെ അംഗീകരിക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു. പക്ഷേ കൊട്ടാരാകത്തലത്തിലെ രാജവധുവായി വന്ന വസുന്ധര രാജഭരണം ആദരവോട് നോക്കുന്ന രാജസ്ഥാനികൾ രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചു. വസുന്ധരയുടെ 5 വർഷത്തെ ഭരണം രാജസ്ഥാനിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തിയില്ലെങ്കിലും ഗെഹ്ലോട്ടിന് ബദലായി രാജസ്ഥാനിൽ BJP ഉയർത്തിക്കാട്ടുന്നത് വസുന്ധരയുടെ മുഖം തന്നെ. പ്രതീക്ഷകൾ മാനം മുട്ടയാണ് BJPക്ക്. പക്ഷേ പാർട്ടിക്കുള്ളിലെ ചില കല്ലുകടികൾ തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ BJPക്ക് തടസ്സങ്ങളായി തുടർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരാനുള്ള വസുന്ധര രാജയുടെ ശ്രമങ്ങൾക്ക് BJPയിലെ വിമതർ തന്നെ പ്രശ്നമാകുമോ? വസുന്ധരയ്ക്കൊപ്പം വോട്ട് പിടിക്കാൻ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയും പലവട്ടം രാജസ്ഥാനിലെത്തുന്നു. മോഡിക്ക് പ്രധാനമന്ത്രി പദത്തിലെത്താൻ ലോക്സഭയിൽ മതിയായ സംഖ്യ തികയ്ക്കാൻ രാജസ്ഥാൻ വളരെ പ്രധാനമാണ്. ലോക്സഭയിൽ മൊത്തം 25 സീറ്റുകളുള്ള രാജസ്ഥാനിൽ കഴിഞ്ഞ വട്ടം 4 സീറ്റ് മാത്രം നേടി BJP. അതുപോലെ തന്നെ ആവർത്തിച്ചാൽ ഇപ്രാവശ്യം BJPക്ക് കേന്ദ്രത്തിൽ താമര വിരയിക്കാനും മോഡിക്ക് പ്രധാനമന്ത്രിയാകാനുമുള്ള സ്വപ്നങ്ങൾ താങ്ങാകാനാകില്ല. Well, I think the Modi factor is more euphoria which is being generated through media. I think this euphoria will die down within next month or 2 months or so. This euphoria will be no more there till the elections, till the parliament elections. Now Modi is the leader of the country nowadays. Everybody wants that Modi should come in power, and these corrupt people headed by Manmohan Singh and Sonia Gandhi should be thrown away from out of the power. Everybody, the person of the country, the voter of the country is frustrated by this corrupt. വസുന്ധര മോഡിയുടെ പദവിയുടെ ഉയർച്ച കണ്ട് സംസ്ഥാനത്ത് പ്രചരണ രംഗത്ത് പരക്കെ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നു. വസുന്ധരയ്ക്ക് പാർട്ടിക്കുള്ളിൽ പാരകൾ പതിവുപോലെ അത്ര വലുതല്ലെങ്കിലും വസുന്ധരയുടെ പതനം കാണാൻ ഒരുപാട് പേർ കാത്തിരിക്കുന്നു. സീറ്റ് വിഭജനം കഴിഞ്ഞപ്പോൾ തന്നെ BJPയിൽ പൊട്ടലും ചീറ്റലും തുടങ്ങി. പാർട്ടിയിലെ പ്രമുഖ നേതാവ് കിരോലിലാൽ മീന പ്രവർത്തകർക്കൊപ്പം പുറത്തു ചാടി. 1ഉം 2ഉമല്ല 12 മുൻ MLA-മാരെ കൂട്ടി PA സാങ്വ നയിക്കുന്ന നാഷണലിസ്റ്റ് പീപ്പിൾ പാർട്ടിയിൽ ചേക്കേറി. BJPയുടെ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തകരിലും ഒരു വിഭാഗം ഈ ഒഴുക്കിൽപ്പെട്ട് പുറത്തു പോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ 11ാം മണിക്കൂറിൽ വന്നപ്പെട്ട ഈ പൊട്ടിത്തെറികൾ തൽക്കാലം ഗവനിക്കാതെ മുന്നോട്ട് പോവുകയാണ് BJP നേതൃത്വം. No, there is not a single election in the last 20-30 years then 100% tickets were given to the sitting MLAs. No, the assessment was there. It was the requirement of the day that he who can win the election, there is an assessment, there was a survey, there was an opinion of the political worker in the over units working in the districts and the public representative. The over party talked to them very well. We assessed them. The election and opinion polls were there. And then after the party think that he who can win the election, his reputation is very fine, his performance is super fine, then the party give him the ticket. പടലപ്പിണക്കങ്ങൾ കോൺഗ്രസിനെയും വെറുതെ വിട്ടില്ല. അശോക് ഗെഹ്ലോട്ടിന്റെ നിത്യപ്രതിയോഗി CP ജോഷി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഗെഹ്ലോട്ടിന്റെ മുഖ്യമന്ത്രി പദത്തിന് ഭീഷണിയായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മണ്ഡലത്തിൽ തോറ്റുപുറത്തായപ്പോൾ ഗെഹ്ലോട്ട് ദീർഘശ്വാസം വിട്ടു. സംസ്ഥാനത്ത് ജോഷിയെ നിർത്തിയാൽ താക്കോൽ സ്ഥാനങ്ങൾ പിടിച്ചു വാങ്ങുമെന്ന് മനസ്സിലാക്കിയും കേന്ദ്രം CP ജോഷിയെ കേന്ദ്രമന്ത്രിസഭയിൽ സ്ഥാനം നൽകിയിരുത്തി. രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനായ ജോഷിയെ ഇത്തവണ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷനായി രാജസ്ഥാനിൽ തിരിച്ചെത്തിച്ചു. ജോഷിയുടെ മുന്നിൽ 2 ലക്ഷ്യങ്ങൾ ഇത്തവണ. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ കോൺഗ്രസ് തിരിച്ചു വരികയാണെങ്കിൽ ഗെഹ്ലോട്ടിനെ മാറ്റി മുഖ്യമന്ത്രി സ്ഥാനം തനിക്കാവും. അല്ലെങ്കിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP പുറത്തുപോയാൽ കോൺഗ്രസിന്റെ അമരത്ത് തനിക്കാവും സ്ഥാനം. രാജസ്ഥാന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും കൂടിയ സീറ്റുകൾ 156 വരെയാണ്. കോൺഗ്രസിന്റെ മൊത്തം സീറ്റുകൾ 66 വരെ താണ നിമിഷങ്ങളുണ്ട്. ഇവിടെ വസുന്ധര രാജ ആദ്യം മുഖ്യമന്ത്രിയാകുമ്പോൾ നേടിയ 156 സീറ്റാണ് BJPയുടെ റെക്കോർഡ്. BJP 33 സീറ്റുകളിലേക്ക് താണ തിരഞ്ഞെടുപ്പ് ഫലവും ഉണ്ടായിട്ടുണ്ട് രാജസ്ഥാനിൽ. താർ മരുഭൂമി അടങ്ങുന്ന ബിക്കാനർ പ്രദേശത്ത് മൊത്തം 21 മണ്ഡലങ്ങളിൽ BJP കണ്ണുവച്ച് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു. ദലിത് വോട്ടർമാർ ഭൂരിപക്ഷമുള്ള ഈ മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കിയാണ് BJPയുടെ നീക്കം. ദിറാസച്ച സൗദ എന്ന പിന്നോക്ക സമുദായം ഈ മേഖലയിൽ കളിയുടെ ഗതി മാറ്റും. ദളിതർ പിന്തുണയ്ക്കുകയും മുസ്ലിങ്ങൾ പ്രതീക്ഷയോടെ നോക്കുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനം കോൺഗ്രസിനെയും BJPയെയും മാറി മാറി താങ്ങുന്ന ചരിത്രമാണ് രാജസ്ഥാനിൽ. രാജകുടുംബങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിന്തുണച്ചും സ്ഥാനാർത്ഥികളാക്കിയും BJP നീങ്ങുമ്പോൾ ഒളിമ്പിക് മെഡൽ ജേതാവ് കൃഷ്ണ പുനിയെ മുൻനിർത്തി കോൺഗ്രസ് സാധ്യതകൾ മുതലെടുക്കുന്നു. ഗെഹ്ലോട്ട് ഭരണകാലത്ത് ക്രമസമാധാനം അതിന്റെ ഏറ്റവും താഴ്ചയിലെത്തിയെന്നാണ് BJPയുടെ ആരോപണം. കൊള്ളയും കൊലയും ബലാത്സംഗവും എടുത്തുകാട്ടി കോൺഗ്രസിനെ ആഞ്ഞടിക്കാൻ കിട്ടുന്ന പഴുതുകൾ BJP മുതലാക്കുന്നു. ഭൻവാരി കൊലക്കേസിൽ കോൺഗ്രസ് മന്ത്രി കുടുങ്ങിയതോടെ സ്ത്രീകളുടെ സുരക്ഷ വസുന്ധരയുടെ കയ്യിലെന്ന മുദ്രാവാക്യം ഉയർത്തി BJP കോൺഗ്രസിനെ വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്നു. ഈ സമയം പുഷ്കറിൽ കുതിരക്കച്ചവടം പൊടിപിടിക്കുന്നു. രാജസ്ഥാനിലെ രാജകീയ പ്രൗഢിയുടെ പ്രതീകമാണ് കുതിരകൾ. അതിനുമപ്പുറം ഇത് ഗ്രാമീണ ജീവിതത്തിന്റെ അടുത്ത കൂട്ടവും.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സാധാരണ എംപിമാരെയും MLA-മാരെയും രാഷ്ട്രീയ പാർട്ടിക്കാർ കാശ് കൊടുത്ത് കുതിരക്കച്ചവടത്തിലൂടെ വാങ്ങാറുണ്ട്. രാജസ്ഥാനിൽ ഇപ്രാവശ്യം സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ BJPക്കും കോൺഗ്രസിനും MLA-മാരെ വാങ്ങേണ്ടി വരുമോ എന്നറിയില്ല. എന്നാലും പുഷ്കറിലെ കുതിരക്കച്ചവടം നന്നായി നടക്കുന്നുണ്ട്. പുഷ്കർ മേളയിൽ ആയിരക്കണക്കിന് കുതിരകളെ വിൽക്കാനായി കൊണ്ടുവരും. धंधा नहीं है, घाटे में। जानवर वापिस लेके जा रहे हैं हम, बिका नहीं हमारा जानवर, धंधा महंगी वाला बहुत है। अब देर गुड़ो गांव भगवान दास नागौर खने नागौर ना तुणु मोटो आया पैदल पाचा पैदल ही जाऊँ। कितना दिन लगेगा पैदल? 5-4 दिन लागी। अब 5-4 दिन पहले आऊँ तो लागी और 5-4 दिन और जाऊँ तो लाग जी। കുതിരകളുടെ ഓട്ടവും ചാട്ടവും പിന്നെ മറ്റഭ്യാസ പ്രകടനങ്ങളും മേളപ്പറമ്പിലെ കൗതുകമാർന്ന കാഴ്ചയാണ്. വേഗത്തിലും ഉയരത്തിലും നീങ്ങുന്ന കുതിരകളെ പരിശീലിപ്പിച്ച് മേളയിൽ സാമർഥ്യം കാട്ടാൻ കൊണ്ടുവരും. നിറങ്ങളും തുടുപ്പും വ്യത്യസ്തമാക്കിയ കുതിരക്കൂട്ടത്തിൽ കുടുംബത്തോടെ കുട്ടികൾക്കൊപ്പം വന്നവരും പലരും. പുഷ്കറിൽ ആദ്യമായിട്ടായിരിക്കും ഈ കുട്ടിക്കുതിര. കൂട്ടത്തിൽ പല മേളകൾ കണ്ട് എത്രയോ മറ്റു കുതിരകൾ. ഭക്ഷണമാണ് കുതിരകളുടെ ഒരു പ്രധാന നേരം പോക്ക്. ഉടമസ്ഥർക്കും സന്തോഷം. കൂടുതൽ കൊഴുപ്പുള്ളതും മേനിയഴകുള്ളതുമായവയ്ക്ക് വിലപേശലിൽ മുൻതൂക്കം കിട്ടും. ഇത്തവണ കച്ചവടം പതിവിലും കുറവെന്ന് പരിഭവം. धंधा ठीक रहा, मद्दा रहा है धंधा तो। क्यों? अब क्यों क्या, ये मेले की यही पोजीशन नहीं रही है, मौसम अच्छा नहीं है, दूसरी बात ये माल ज़्यादा आया, ये कैसे भी धंधा मद्दा रहा है. 5-6 കൊണ്ടുവന്നവരിൽ ഒന്നുപോലും വിൽക്കാത്തവർ പലരും. ഇനവും പൊലിമയും അനുസരിച്ച് കുതിരകളുടെ വിലയും മാറും. 20,000 മുതൽ ലക്ഷത്തിലേറെ വരും വില നിലവാരം. പരിഭവങ്ങൾ പറയുന്നതിനിടയിൽ തിരഞ്ഞെടുപ്പിന്റെ കൂടി വിഷയം എടുത്തിട്ടു. ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും പാവപ്പെട്ടവന്റെ ജീവിതഭാരം സ്വന്തം ചുമലിലെന്ന് പതിവ് പരാതി. चुनाव का क्या जाना, चुनाव अब लड़ेगा जो लड़ेगा, चुनाव वाला अपने क्या लेना देना. പലരും കുതിരവേഗമില്ലാത്ത കച്ചവടത്തിന്റെ കഷ്ടപ്പാടുകൾ വിളമ്പി. പ്രതീക്ഷയോടെ കുതിര വളർത്തുന്ന ചെറുപ്പക്കാർ. गरीबा में इतने पड़े हुए, इतने लाइटें, इतना 1 महीना मेला चलता है, यहाँ पे कोई लाइटें वाइटें का सुविधा नहीं है. हम चाहेंगे कमल को अगले साल इससे भी अच्छी हुए. क्या धंधा करूँ घोड़ा घोड़ी का, एक घोड़ी लेके आए, घोड़ी बिके नहीं। आप क्यों नहीं? आज आया ना 5-10 दिन हो गए, 10 दिन हो गए आज। इसी साल क्या हुआ? इतने साल यही धंधा करता, घोड़ा घोड़ी का धंधा करता। बेचा नहीं, क्या हुआ? बेचा नहीं, बिका नहीं, मोल नहीं आया, नहीं बिके. കാത്തിരിക്കുന്ന മേളയും കച്ചവടവും. അപ്രതീക്ഷിതമായ താഴ്ചകൾ. ഒട്ടും രാജകീയതയില്ലാത്ത ജീവിത സത്യങ്ങൾ. ഇങ്ങനെ സാധാരണക്കാരന്റെ പൊല്ലാപ്പുകൾ ഒരുപാട്. മേളപ്പറമ്പിൽ പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന ഒരമ്മ തലേന്നത്തെ റോട്ടിയുടെ ബാക്കി വീണ്ടും മസാല ചേർത്ത് പുതുതായി അവതരിപ്പിക്കുന്നു. വിലക്കയറ്റം തന്നെ പ്രധാന പരാതി. दाल बाटी खाएंगे और तो क्या खाएंगे, आज 11 दिन हो गया मेरे को दिया. തെളിഞ്ഞ പ്രതിച്ഛായയുള്ള ഗെഹ്ലോട്ടിന് അഴിമതി ആരോപണങ്ങളും നേരിടേണ്ടി വന്നു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ. സംസ്ഥാനത്ത് ഖനന കരാറുകൾ നൽകിയപ്പോൾ ഗെഹ്ലോട്ട് തന്റെ മകന്റെ ഇഷ്ടക്കാർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു. ഇതായിരുന്നു BJPയുടെ ആരോപണം. സൗജന്യ മരുന്ന് പദ്ധതിയും കുട്ടികൾക്ക് ലാപ്ടോപ്പും ഇരുചക്ര വാഹനവും നൽകിയതും പ്രചരിപ്പിച്ച് കോൺഗ്രസ് മുന്നേറാൻ ശ്രമിക്കുന്നതിനിടയിലും തിരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്ക് മുന്നോട്ടുള്ള വഴി അത്ര എളുപ്പമല്ല. Rajiv Gandhi said that we will supply you for roti, for chapati, you go vote for the Congress. What happened to oil? What happened to dal? What happened to food grain? What happened to sugar? What about the good? What about the cloth? What about the gas in the kitchen? What about the vegetable? What about the dearness of all these essential commodity which always people needed in his house? Everything is, the price rise is going to sky. As a matter of fact, we wanted to do it almost in the beginning of the government when we formed the second UPA government. But we wanted to be sure that the crops should be good for at least for 2 to 3 years, and we wanted the rainy season to stabilize, and we wanted also to see for next 2 to 3 years that the food production is on the rise. And having seen for 3 consecutive years that the monsoon has stabilized, and it has been very good monsoon for continuously for 2 to 3 years, and for 3 consecutive years there has been a steep rise in the production of the food grains, and once we were satisfied that there won't be any shortage of food grains in future, that's why we decided, okay, now I think the time has come that we should go for
this food security. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായ ജാട്ടുകളും മുസ്ലിങ്ങളും ഇത്തവണ ഒരൽപ്പം പിണങ്ങി നിൽക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വ നിരയിലേക്ക് ഈ വിഭാഗത്തിലുള്ളവരെ ഉയർത്തി തൽക്കാലം പിടിച്ചു കാണിക്കുവാൻ കോൺഗ്രസും ശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർമാർക്കിടയിൽ ഉയർത്തിക്കാട്ടിയ വാഗ്ദാനങ്ങളിൽ BJP ഭക്ഷ്യധാന്യങ്ങൾക്കും താങ്ങുവിലയും ക്ഷീര വ്യവസായത്തിന് സഹായങ്ങളും മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. സംരംഭം തുടങ്ങാൻ എളുപ്പത്തിൽ ബാങ്ക് വായ്പകളും യുവാക്കൾക്ക് ജോലി ലഭ്യതയും രണ്ട് പാർട്ടികളും വാക്കുകൊടുക്കുന്നുണ്ട്. തൊഴിൽ വാഗ്ദാനങ്ങളിൽ കോൺഗ്രസും BJPയും വനിതകൾക്ക് കൂടുതൽ മുൻഗണന നൽകുമെന്ന് ഉറപ്പു നൽകുന്നു. കോൺഗ്രസ് തുടങ്ങിവെച്ച പെൻഷൻ മരുന്ന് പദ്ധതികൾ തുടരുമെന്ന് BJP പറയുമ്പോൾ ഈ പദ്ധതികൾ ശരിയായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് നിബന്ധന കൂടി വയ്ക്കുന്നു. ഒറ്റനോട്ടത്തിൽ രണ്ട് പാർട്ടികളും സമാനതകളുള്ള വാഗ്ദാനങ്ങളുടെ പെരുമഴ ഒഴുക്കുമ്പോഴും ജനം ഇത്തരത്തിൽ ഒരുപാട് വാക്കുകൾ കേട്ട പതിവ് നിസ്സംഗത. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി രാജസ്ഥാൻ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലുടനീളം പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച് എത്തിയിരുന്നു. നഗരഗ്രാമങ്ങളിൽ രാഹുൽ നടത്തിയ ഓട്ടപ്രദക്ഷിണങ്ങളിൽ ജനആവേശം കൂട്ടമായി ഉയർന്നെങ്കിലും വോട്ട് മറിക്കാൻ രാഹുലിനാകുമോ എന്ന് കണ്ടറിയണം. രാഹുൽ ഇത്തവണ തനിക്ക് താല്പര്യമുള്ളവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ കുത്തിക്കയറ്റി പലരുടെയും അപ്രീതിക്ക് കാരണമായി. കളങ്കിത നേതാക്കളെ ലിസ്റ്റിൽ കയറ്റിയത് മൂലം പാർട്ടിയിലും വോട്ടർമാർക്കിടയിലും സംശയങ്ങൾ ഏറെയാണ്. എന്തിന് ഭൻവാരി കൊലക്കേസിലെ ജയിലിൽ പോയ മന്ത്രിമാരുടെ കുടുംബക്കാരെ സ്ഥാനാർത്ഥികളാക്കുക കൂടി ചെയ്തു രാഹുൽ. സംസ്ഥാനത്തുടനീളം നീണ്ട പ്രചരണ പ്രസംഗങ്ങളിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടി ജനങ്ങൾക്ക് നൽകിയ സ്വപ്നങ്ങളെയും ഏറ്റെടുത്ത ത്യാഗങ്ങളെയും പൊലിപ്പിച്ചു കാണിച്ചു. मैं आपसे एक छोटी बात कहना चाहता हूं. आमतौर से जो पार्टी का मैनिफेस्टो होता है, जो पार्टी का प्रार्थना पत्र होता है, वो बंद कमरों में बनता है. 5-6 लोग उसको बनाते हैं. सही बात है, गलत है? सही है ना? तो आज मैंने क्या किया है, मैंने कांग्रेस पार्टी में एक टीम को बैठाया है. उनको कहा है, देखिए जो हमारा मैनिफेस्टो है, कांग्रेस पार्टी का मैनिफेस्टो है, ये आम जनता को बनाना चाहिए, युवाओं को जो यहां खड़े हैं उनको बनाना चाहिए, ये जो महिला खड़ी है इनको बनाना चाहिए, आप सबको बनाना चाहिए कि जो राजनीतिक सिस्टम है जिसका काम बंद दरवाजों में होता है, जिसके अंदर आपकी आवाज नहीं पहुंचती है, उसमें आस्ते आस्ते आम आदमी की, युवा की, महिला की, बुजुर्ग की आवाज अंदर पहुंचानी है. പട്ടിണിയുടെ മതിലുകൾ കോൺഗ്രസ് പൊളിച്ചെറിയുമെന്നാണ് രാഹുലിന്റെ പ്രതിജ്ഞ. തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ അടുക്കുമ്പോൾ കോൺഗ്രസിന്റെ മുഖത്ത് പ്രതീക്ഷയുടെ വെളിച്ചം കൂടുന്നു. നാടും നഗരവും നിറയുന്ന പ്രചരണങ്ങളിൽ അശോക് ഗെഹ്ലോട്ട് താൻ നടപ്പിലാക്കിയ സൗജന്യ പദ്ധതികളോട് നന്ദി കാണിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിടുന്ന BJP മുഖ്യമന്ത്രിമാരായ രമൺ സിംഗ്, ശിവരാജ് സിംഗ് എന്നിവരെ പോലെ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനൊപ്പം വികസനമാണ് ഗെഹ്ലോട്ട് മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് തുറുപ്പ്. രാജസ്ഥാനിലെ പന്തയക്കൂട്ടങ്ങളിൽ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ ചൂതുവയ്പ്പുകാർ കൂടി വരുന്നു എന്നാണ് വാർത്തകൾ. എന്നാൽ ആഴ്ചകൾക്ക് മുമ്പ് പുറത്തുവന്ന അഭിപ്രായ സർവേകളിൽ BJP മുൻതൂക്കം വ്യക്തമാണ്. AC നീൽസൺ പുറത്തുവിട്ട അഭിപ്രായ സർവേയിൽ BJP അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടതിനേക്കാൾ അല്പം മുകളിലായി 105 സീറ്റുകൾ നേടി വിജയിക്കും എന്ന് പറയുന്നു. എന്നാൽ അത്രയ്ക്ക് പിന്നിലല്ലാതെ 75 സീറ്റുകൾ നേടി കോൺഗ്രസ് വരുമെന്ന് പറയുന്ന സർവേ ഫലത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ലക്ഷണം കാണാം. ഈ കണക്കുകൾ അനുസരിച്ച് 2008 നേടിയ 78 സീറ്റിനേക്കാൾ 27 സീറ്റുകളുടെ മേൽക്കൈയാവും ഇത്തവണ BJPക്കുണ്ടാവുക. അഭിപ്രായ സർവേ പ്രകാരം മേവാർ മേഖലയിൽ നിന്നാവും BJP ഏറെയും നേട്ടം കൊയ്യുക. കഴിഞ്ഞ വട്ടം 9 സീറ്റുകൾ നേടിയ മേവാർ മേഖലയിൽ നിന്ന് ഇത്തവണ 24 സീറ്റുകൾ നേടാനാകും എന്നാണ് കണക്ക്. കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 21 സീറ്റുകൾ താഴുമെന്ന് സർവേ ഫലം കാണിക്കുന്നു. ഇതുവഴി 4% വോട്ടിന് നഷ്ടം കോൺഗ്രസിനുണ്ടായേക്കാം. കോൺഗ്രസിനെ നഷ്ടപ്പെടുന്ന വോട്ട് പങ്ക് മുഴുവൻ BJP നേടിയില്ലെന്ന് വരാം. മറ്റെല്ലാ പാർട്ടികളും തുല്യമായി ഈ വോട്ട് പങ്കുവയ്ക്കും എന്നാണ് സർവേ ഫലം പറയുന്നത്. രാവേറെ വൈകി അജ്മീർ നഗരം കണ്ണു ചിമ്മാനൊരുങ്ങും പോലെ. എന്നാൽ വഴിയരികിൽ വള നിർമ്മാണത്തിൽ മുഴുകുന്ന ഒരു അമ്മയും മകനും. രാജസ്ഥാനിലെ ലോക പ്രശസ്തമായ ലക്കർ വളകൾ ഉണ്ടാക്കുന്ന തിരക്കിൽ കനലിൽ ലക്കർ ഉരുട്ടിയെടുത്ത് വളയുടെ രൂപം നൽകി വേണ്ട അളവിൽ കൈകൊണ്ടുണ്ടാക്കിയെടുക്കണം. യന്ത്രത്തിന്റെ സഹായമില്ലാതെ പരിചയത്തിന്റെ പിൻബലത്തിൽ കൃത്യമായ രൂപവും ആകൃതിയും നൽകിയൊരുക്കുന്ന ഈ വളകൾ ഒരു സംസ്കാരത്തിന്റെ സൗന്ദര്യം വിളിച്ചോതുന്നു. രാജസ്ഥാനിലെ പെൺകുട്ടികളിൽ വിവാഹ ദിവസം മുതൽ അണിയുന്ന ലാക്കർ വളകൾ ചുറ്റും കല്ലുകളും മറ്റും വെച്ച് അലങ്കരിച്ച് കൂടുതൽ മൂടികൂട്ടും. വർണ്ണങ്ങളും തിളക്കങ്ങളും തീർത്ത വളകളുടെ കഥ അമ്മ പറഞ്ഞു തുടങ്ങി. अब ऐसे गिनती थोड़ी है, जैसे 10 ही बन जाए, 20 ही बन जाए, कभी 5 ही बन जाए, कभी जाना आना हो जाए कहीं तो नहीं बनाए, ऐसे चलता रहता है. തലമുറകൾ കടന്ന ഈ കച്ചവടത്തിന്റെയും ये राजस्थानी लाख की चूड़ियाँ हैं, राजस्थान में पहनी जाती है. राजस्थान में ये शादी होने के बाद हर लेडीज़ यही पहनती है और अदर स्टेट से भी जो भी आते हैं सभी खरीद के लेके जाते हैं फैशनेबल के हिसाब से. इसमें जो कौन सा
ये लेटेस्ट फैशन जो आया है, डिजाइन जो आया है, कुछ आया है और ट्रेडिशनल था। मटेरियल चेंज नहीं हुआ है, मटेरियल वही है। इसमें जैसे स्टोन वगैरह का डिज़ाइन वगैरह का चेंजिंग समय समय पर करते रहते हैं, बदलाव इसमें लाते रहते हैं। വള നിർമ്മാണക്കാരന്റെ മകൾ നിർമ്മിച്ചു തീർത്ത വളകൾ ഉയർത്തിക്കാട്ടി അടുത്തിരുന്നു. കാലം മാറുന്ന വളകളുടെ ലോകവും കത്തിത്തീരാത്ത കനലിന്റെ ശേഷിക്കുന്ന ഊഷ്മാവും കൂടി വർണ്ണങ്ങൾ നിറഞ്ഞ ജീവിത വലയത്തിൽ ഉരുക്കി ചേർത്ത് അന്നത്തെ അധ്വാനം തീർക്കാനായി ആ കുടുംബം പണി തുടരുന്നു. ജയ്പൂർ നഗരത്തിലെത്തുമ്പോൾ നഗരമധ്യത്തിലെ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി അരുൺ ചതുർവേദി ആത്മവിശ്വാസം വീമ്പടിയുടെ നിലയിൽ എത്തിയിരിക്കുന്നു. രാജ്യത്ത് BJPയുടെ തരംഗം രാജസ്ഥാനിൽ ആവർത്തിക്കുമെന്നും പിന്നെ നരേന്ദ്രമോദി കഴിഞ്ഞാൽ BJPയിൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന നേതാവ് ഈ താൻ തന്നെയാണെന്നുമൊക്കെ ചതുർവേദി പറഞ്ഞു നിർത്തി. और राजस्थान में हमारी सीटों की संख्या 120 से लेके 140 के बीच में जाने वाली है, ये निश्चित रूप से है। यहाँ का मतदाता हमें इतना लाड़ प्यार से देख रहा है कि अरुण चतुर्वेदी जी जैसे व्यक्तित्व का आदमी पूरे राजस्थान में नहीं है। ജയ്പൂർ നഗരത്തിൽ യുവാക്കളും വിദ്യാർത്ഥികളും തങ്ങളുടെ ചില ഇലക്ഷൻ ചിന്തകളും പ്രവചനങ്ങളും പങ്കുവച്ചു. कांग्रेस एंड बीजेपी बोथ पार्टीज एंड मोर चांस बीजेपी। इच्छा ही नहीं होती इन पॉलिटिक्स के चक्करों में, कौन पड़ेगा, समझ में आती है नहीं, जिसको वोट देना है दे देंगे। പലർക്കും വലിയ പിടിയൊന്നുമില്ല കാര്യങ്ങളെക്കുറിച്ച്. ചിലർക്ക് രാഷ്ട്രീയം വലിയ അലർജി അത്രേ. आई डोंट हैव एन आइडिया बट आई थिंक सो कि सभी को वोट करना चाहिए एंड ऑफ कोर्स यूथ को ज़्यादा वोट करना चाहिए। सबसे ज़्यादा उनकी मतलब भागीदारी होती है इलेक्शन में, इसलिए यूथ को ऑफ कोर्स वोट करना चाहिए। നരേന്ദ്രമോദിയെ പുകഴ്ത്തി തീർക്കാൻ വാക്കുകൾ കിട്ടാതെ മറ്റൊരു സുഹൃത്ത്. One person, Narendra Modi, equal them, all Congress members, equal. Youngsters are thinking that Rahul is young and they can represent young generation of India, but I don't think so because everyone has its own way. But in my views, politics is a really very very bad thing because no one is doing something good for you. രാഷ്ട്രീയക്കാരെ പൊതുവെ വിശ്വാസമില്ലാത്ത ചില പെൺകുട്ടികൾ അക്കാര്യങ്ങൾ തുറന്നടിച്ചു. പുതിയ വോട്ടും ചെറുപ്പക്കാരും രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു നിർണായക ശക്തിയാകും. അതിനും പുറമെ ഒരു സ്ഥാനാർത്ഥിയെയും ഇഷ്ടപ്പെടാതെ വന്നാൽ ചെറുപ്പക്കാർ ഒരുപക്ഷെ നോട്ടയിൽ കുത്തിയാൽ ഇത് തിരഞ്ഞെടുപ്പ് ഫലത്തെ വ്യാപകമായി ബാധിച്ചേക്കാം. ഇതേ വിഷയം കോൺഗ്രസും BJPയും തലപുകുഞ്ഞാലോചിക്കുന്നുമുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ. ജനസമ്മതനായ ഒരു മുഖ്യമന്ത്രിയും കൊട്ടാര പിൻബലമുള്ള BJP നേതാവും രാജസ്ഥാനിലെ കസേരകളിയിൽ പറ്റാവുന്നത്രയെല്ലാം കളിക്കുന്നു. പതിറ്റാണ്ടുകൾ പഴകുന്ന രാഷ്ട്രീയ വാഗ്ദാനങ്ങളും ഒരു മാറ്റവുമില്ലാതെ താഴേക്ക് പതിക്കുന്ന പാവപ്പെട്ടവന്റെ ജീവിത സാഹചര്യങ്ങളും രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ കാഴ്ചകളാണ്. നഗരങ്ങൾ വലിയ വളർച്ചയ്ക്കായി കുതിക്കുമ്പോൾ ഗ്രാമങ്ങൾ പട്ടിണിയിലേക്ക് പതിക്കുന്ന രാജസ്ഥാൻ. കച്ചവടങ്ങളും കൃഷിയും പണ്ടത്തെക്കാൾ പ്രയാസമാകുന്ന ദിനങ്ങൾ, കുതിച്ചുവരുന്ന വിലക്കയറ്റം, പിന്നെ ആശങ്ക നൽകുന്ന ക്രമസമാധാനം. രാജസ്ഥാനിലെ പ്രകൃതിയും കാലാവസ്ഥയും സാമൂഹിക പശ്ചാത്തലവും നൽകുന്ന വലിയ വെല്ലുവിളികൾ ഒന്നും നേരിടാൻ ഒരു പാർട്ടിക്കും ഇതുവരെ കാര്യമായി ഒന്നും ചെയ്യാനായിട്ടില്ല. ഇത് മനസ്സിലാക്കുന്ന ജനം ഓരോ തെരഞ്ഞെടുപ്പിലും പുതിയ പ്രതീക്ഷയോടെ പുതിയ നേതാക്കളെ ജയിപ്പിച്ചു വിടാൻ ശ്രമിക്കുകയാണ്. Certainly, Congress will lose the election because the very poor performance of the Congress in the last 5 years. Because they spoiled the hot atmosphere of the education in the schools. The people of the villages, they locked the schools because the teachers was not there. We will form government because people want the social activities, the welfare activities, they should run. കോൺഗ്രസും BJPയും ഒരുപോലെ വിജയസാധ്യതകൾ അവകാശപ്പെടുന്ന രാജസ്ഥാനിൽ വോട്ടർമാർ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. കാച്ചുകുറുക്കിയ രാഷ്ട്രീയ ചർച്ചകളിൽ നാട്ടുംപുറത്തെ വോട്ട് മനസ്സുകൾ ഇനിയും അന്തിമവിധി ഒരുക്കിയിട്ടുമില്ല. മനോഹരമായ രാജസ്ഥാനിൽ നന്മയുള്ള ഒരു ഭരണം, നന്ദിയുള്ള ഒരു സർക്കാരും വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊക്കെ അത്ര എളുപ്പമല്ലെങ്കിലും അത് തന്നെ നടന്നു കാണാൻ ജനം മനസ്സിലാഗ്രഹിക്കുന്നു. ഇത്തവണ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുന്നത് ആരുടെ കുതിരയായിരിക്കും? കോൺഗ്രസോ BJPയോ? കുളമ്പടി ശബ്ദത്തോടെ മുന്നിലെത്തുന്നവന്റെ കാഴ്ചയും കാത്തിരിക്കുകയാണ് ജനങ്ങൾ. घूम घूम के घूम घूम के घूम घूम के देखो मारो प्यारो राजस्थान, घूम घूम के देखो मारो प्यारो राजस्थान, घूमो घूम घूम के घूम घूम के घूम घूम के घूम घूम के देखो राजस्थान।